friends, welcome back to my YouTube channel Devangan. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഈ ഒരു ഇയർ BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ കരുതി ഓരോ ചാപ്റ്റർ വൈസ് എന്ന് വെച്ചാൽ ഓരോ സബ്ജക്ട്സിൻ്റെ ചാപ്റ്റർ വൈസ് ലെസൺസ് ഒക്കെ തന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ 2-3 പേരൊക്കെ ഇങ്ങനെ ക്ലാസ് ഒക്കെ കറക്റ്റായിട്ട് ഇടുന്നുള്ളൂ. ബാക്കി നോക്കുമ്പോൾ ഹിന്ദി ലാംഗ്വേജ് ഹിന്ദിയിലൊക്കെ കുറേ ക്ലാസ്സസ് ഒക്കെ കിടപ്പുണ്ട്. അല്ലാതെ മലയാളത്തിൽ ക്ലാസ്സസ് ഒന്നും വലുതായിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എത്ര കുട്ടികളാണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നത് നോക്കിയിട്ട് ഞാൻ അതനുസരിച്ച് വീഡിയോ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അനാട്ടമിയുടെ ചാപ്റ്റർ 1 ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ബാലൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അനാട്ടമി ചാപ്റ്റർ 1 കിടക്കാം. അതിന് മുന്നേ തന്നെ അനാട്ടമി ഫിസിയോളജി, ഈ അനാട്ടമി ഫിസിയോളജിയുടെ ചെറിയൊരു ഡിഫറൻസ്, അതിൻ്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതായത് അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി, അതായത് നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ ഒക്കെ പറ്റി പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഫിസിയോളജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അനാട്ടമിയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതിൻ്റെ ഒക്കെ തന്നെ ഫങ്ഷൻസ് പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അനാട്ടമിയിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുന്നു, ഫിസിയോളജിയിൽ നമ്മൾ അതിൻ്റെ ഒക്കെ തന്നെ ഫങ്ഷൻസ് പഠിക്കുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും തന്നെ പഠിക്കുമ്പോൾ ഒരു കറക്റ്റായിട്ട് പഠിച്ചു പോകുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അനാട്ടമി പഠിക്കുമ്പോൾ അനാട്ടമിയിൽ ആ ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഫിസിയോളജിയിൽ അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു സംഭവം ഫുള്ള് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കുറേ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ അവരൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അനാട്ടമിയും ഫിസിയോളജിയും നിങ്ങൾ ഒരു അനാട്ടമിയിലെ സ്ട്രക്ചർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫിസിയോളജിയിൽ ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അനാട്ടമി ചാപ്റ്റർ 1 നമുക്ക് കിടക്കാം. അപ്പോൾ അനാട്ടോമി എന്ന് പറയുമ്പോൾ അതൊരു ഗ്രീക്ക് വേർഡാണ്. ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മുടെ അനാട്ടമി ANATOMY എന്ന അനാട്ടമി വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനാട്ടമിയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കട്ടിങ് അപ്പ് എന്നാണ് നമ്മുടെ അനാട്ടമിയുടെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ സെക്ഷനിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി നമുക്ക് മെയിൻ സെക്ഷനിലോട്ട് കടക്കാം. ഡിവിഷൻസ് ഓഫ് അനാട്ടമി, അതായത് അനാട്ടമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അനാട്ടമിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഗ്രോസ് ഓർ കെഡാവറിക് മാക്രോസ്കോപ്പിക് അനാട്ടമി, അതേപോലെ തന്നെ ഹിസ്റ്റോളജി ഓർ മാക്രോസ്കോപ്പിക് അനാട്ടമി, എംബ്രിയോളജി ഓർ ഡെവലപ്മെന്റൽ അനാട്ടമി. ഇങ്ങനെ 3ആയിട്ട് നമ്മുടെ അനാട്ടമിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവിഷൻസ് ഓഫ് അനാട്ടമി 3 ഗ്രോസ് ഓർ കെഡാവറിക് മാക്രോസ്കോപ്പിക് അനാട്ടമി, നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോളജി അനാട്ടമി ആൻഡ് തേർഡ് വൺ ഈസ് ഡെവലപ്മെന്റൽ അനാട്ടമി. അങ്ങനെ 3 അനാട്ടമി ആയിട്ട് നമ്മുടെ അനാട്ടമീനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഡിവിഷൻസ് ആയിട്ട് അനാട്ടമീനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതായത് ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ബൈ കെഡാവറിക് ഡിസെക്ഷൻ. അതായത് ഈ നമ്മൾ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ബൈ കെഡാവറിക് ഡിസെക്ഷൻ, അതായത് നമ്മൾ കെഡാവറിക് ബോഡീസൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കെഡാവറിക് ഡിസെക്ഷൻ വഴി സ്ട്രക്ചറിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഭാഗം ഇതാണ് ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് അനാട്ടമി ആൻഡ് സെക്കൻഡ് വൺ, ഇനി നമുക്ക് സെക്കൻഡ് വൺ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഡിവിഷൻസ് ഓഫ് അനാട്ടമിയിൽ എല്ലാം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോളജി ഓർ മാക്രോസ്കോപ്പിക് അനാട്ടമി. ഇതിനും എല്ലാം തന്നെ ഒരു രണ്ട് പേരായിട്ടാണ് വരുന്നത്. ഹിസ്റ്റോളജി ഓർ മാക്രോസ്കോപ്പിക് അനാട്ടമി. നിങ്ങൾക്ക് ഇതിൽ രണ്ടും പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഹിസ്റ്റോളജി അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി സ്ട്രക്ചേഴ്സ് ബൈ യൂസിങ് എ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചേഴ്സിനെ പഠിക്കുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ ഡിവിഷനായ ഹിസ്റ്റോളജി അനാട്ടമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് ഡിവിഷനിലോട്ട് നോക്കാം. അതായത് എംബ്രിയോളജി ഓർ ഡെവലപ്മെന്റൽ അനാട്ടമി. അതെന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി ഫ്രം ഫെർട്ടിലൈസേഷൻ ത്രൂ ബർത്ത്. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ കറക്റ്റ് ഡെഫിനേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എംബ്രിയോളജി ഓർ ഡെവലപ്മെന്റൽ അനാട്ടമി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സ്റ്റഡി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി ഫ്രം ഫെർട്ടിലൈസേഷൻ ത്രൂ ബർത്ത്. അതായത് ഇതെല്ലാം ഓരോ സ്റ്റഡീസാണ്. ഈ അനാട്ടമിയുടെ ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നും ഓരോ
സ്റ്റഡീസാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ തൊട്ട് ബർത്ത് വരെയുള്ള ആ ഒരു സ്റ്റഡീനെയാണ് ഈ ഒരു എംബ്രിയോളജി ഓർ ഡെവലപ്മെൻറ്റൽ അനാട്ടമി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു അനാട്ടമിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു ഡിവിഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ ഡെഫിനിഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് അനാട്ടമി, സെക്കൻഡ് വൺ ഈസ് മാക്രോസ്കോപ്പിക് അനാട്ടമി ആൻഡ് തേർഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റൽ അനാട്ടമി. ഇതിൻ്റെ ഒക്കെ തന്നെ ഡെഫിനിഷൻസ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമിക്കൽ ടേംസ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അനാട്ടമിക്കൽ പൊസിഷൻ. അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഡെഫിനിഷൻ ഉണ്ട്. അതെല്ലാവരും തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ദ പൊസിഷൻ ഇൻ വിച്ച് ദ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. അതായത് ഒരു പേഴ്സൺ, ഇപ്പോൾ നമ്മളെ തന്നെ നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളെ തന്നെ വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഐസ് നേരെ തന്നെ നോക്കുന്നു. എന്നിട്ട് എന്താണ്, നമ്മുടെ കാൽപാദമൊക്കെ എന്താണ് കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് നേരെ തന്നെ ഏകദേശം ഒരു അറ്റൻഷൻ പൊസിഷനിൽ നേരെ തന്നെ നോക്കിയിട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ പറയാം. ദ പൊസിഷൻ ഇൻ വിച്ച് ദ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് വിത്ത് ഐസ് ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐസ് എന്തായിരിക്കണം, നേരെ തന്നെ നോക്കി ഇരിക്കുകയായിരിക്കണം. അതേപോലെ അപ്പർ ലിംസ് ബൈ ദ സൈഡ്സ്, face and palms of the hands directed towards both feet together. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മളൊരു അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു രീതി, അതാണ് അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷണൽ ടേംസ്. ഡയറക്ഷണൽ ടേംസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോക്സിമൽ, ഡിസ്റ്റൽ അങ്ങനെ കുറച്ച് അനാട്ടമിക്കൽ ടേംസ് ഉണ്ട്. പ്രോക്സിമൽ, നിങ്ങൾ ഈ ഒരു ടേംസ് ഒക്കെ എന്താണെന്ന് പഠിച്ചിരിക്കുക. ഇതിൻ്റെ ഒക്കെ തന്നെ നിങ്ങൾ ആ ഒരു മീനിങ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബോഡിയോട് അടുത്തുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രോക്സിമൽ എന്ന് പറയുന്നത്. അതേപോലെ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അകലെ, അതിനാണ് ഡിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അകലെ നിൽക്കുന്നത് ഡിസ്റ്റൽ എന്നും, പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓക്കെ, ബോഡിയോട് അടുത്തുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രോക്സിമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ ബോഡി പ്ലെയിൻസ് പഠിക്കാനുണ്ട്. അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെ ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ. ഞാൻ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെയും പഠിപ്പിച്ച് തരിക. അതാണ് എൻ്റെ ആ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എല്ലാം റെഫർ ചെയ്ത് തന്നെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. തെറ്റൊന്നും പറഞ്ഞു തരത്തില്ല, അതൊന്നും നിങ്ങൾ വിചാരിച്ച് വെക്കണ്ട. അപ്പോൾ ഞാൻ എല്ലാം തന്നെ കൃത്യമായിട്ട് ഇനി ക്ലാസ്സസ് ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിനൊക്കെ തന്നെ വ്യൂസ് കൂടുന്നുണ്ടെങ്കിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ യൂട്യൂബിൽ ഓരോ ഇതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറെ വീഡിയോസും ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ക്ലാസ് ഉറപ്പായിട്ടും തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ ഇനി എന്ത് വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.